അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഈ കാലത്ത് നമുക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നൊരു വാർത്ത നാം എല്ലാവരും കേട്ടത്. അതിനേക്കാളും മുമ്പ് സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്ന വാർത്ത കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും അപ്പുറം മാതാപിതാക്കൾ മക്കളെ പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ വിമർശിക്കുന്ന, അവരെ എതിർക്കുന്ന, അവരോട് സ്നേഹം കാണിക്കാത്ത മക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഈ ചെറുപ്പക്കാരൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് ബാക്കവിയാണ്. വളരെ വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ 11-ന് സ്നേഹസാഗരത്തിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നത് സൽമാൻ കുറ്റിക്കോടിനെയാണ്. എത്ര സന്തോഷത്തിലാണ് സൽമാൻ സ്നേഹസാഗരത്തിലേക്ക് വന്നിറങ്ങിയത്. പക്ഷേ ആ മുഖത്തെ പ്രകാശവും ആ ചിരിയും കളിയുമെല്ലാം ഈ ഉമ്മമാരെ കണ്ടപ്പോൾ, ഈ അമ്മമാരെ കണ്ടപ്പോൾ അല്പം മാഞ്ഞുപോയി. അവൻ പെട്ടെന്ന് ചിന്തിച്ചത് ഇത്രയും പ്രായമുള്ള ആളുകളെ എങ്ങനെയാണ് മക്കൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത് എന്നായിരിക്കും. പക്ഷെ നമ്മുടെ സാഹചര്യം അതാണല്ലോ. കുറേയേറെ നമ്മൾ കൈയടിച്ചു, പാട്ടുപാടി. ആ സമയത്തൊക്കെയും മനഃപൂർവ്വം അവനെ ചിരിപ്പിച്ചു എന്നതല്ലാതെ സൽമാൻ അങ്ങനെ ചിരി വന്നിരുന്നില്ല. അൽഹംദുലില്ലാ, സൽമാനെ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുമ്പോൾ എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ ഒരു തൊപ്പിയും എടുത്ത് തലയിലിട്ടുകൊണ്ടാണ് വന്നത്. എങ്ങനെയാണ് സ്റ്റേജ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ നല്ലപോലെ സൽമാൻ അറിയാം. പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന പോലെ, സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ, കട ഉദ്ഘാടനത്തിലാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇവിടുത്തെ പ്രസംഗം എല്ലാവരെയും പൊട്ടിക്കരയിപ്പിച്ച് കളഞ്ഞു. എല്ലാ ഉസ്താദുമാരും അക്ഷമരായി നോക്കിയിരുന്നു പോയി. സ്നേഹസാഗരത്തിൻ്റെ മജ്‌ലിസ് നൂറിന് വന്ന ആളുകൾ മുഴുവനും മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പത്തോടെ അത് കേട്ടിരുന്നു. സൽമാൻ്റെ കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ അലതല്ലി ഒഴുകിയപ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. സൽമാൻ കരഞ്ഞത് സൽമാൻ്റെ വാപ്പ മരിച്ചുപോയി, സൽമാൻ്റെ ഉമ്മ പാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസവുമുള്ള സ്നേഹസാഗരത്തിൻ്റെ മജ്‌ലിസ് നൂറിൻ്റെ ബക്കറ്റ് കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ വിനീതൻ്റെ ചെറിയൊരു പ്രാർത്ഥനയുണ്ട് എല്ലാ മാസവും. അതിന് കണ്ണുനീരോടെ സൽമാൻ ആമീൻ പറഞ്ഞു. ശേഷം ഭക്ഷണ വിതരണമായിരുന്നു. അവിടെയും സൽമാൻ പിന്നോട്ട് നിന്നില്ല. മാഷാ അല്ലാഹ്, സ്നേഹസാഗരത്തിൻ്റെ സംഘാടകനെ പോലെ, ചുരുക്കത്തിൽ സ്നേഹസാഗരം ഞാനാണ് നടത്തുന്നത് എന്ന ഭാവത്തോടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ സൽമാൻ രംഗത്തെത്തി. ഒരുപാട് ഗസ്റ്റുകൾ വന്ന സ്നേഹസാഗരത്തിൻ്റെ ഈ ദിവസം സൽമാനെ പോലെ മറ്റൊരു ഗസ്റ്റ് വന്നിട്ടില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. മടങ്ങിപ്പോകുമ്പോൾ അത്രമേൽ സന്തോഷമുണ്ടായി. അതിലുപരി സൽമാൻ യാത്ര പറയുന്ന ദുഃഖവുമുണ്ടായി. വിട പറയാൻ മനസ്സില്ലാതെ ഇനിയും വരുമെന്ന് വാക്ക് തന്നുകൊണ്ട് സൽമാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത്തരം മക്കൾ തീർച്ചയായിട്ടും നമുക്ക് പാഠമാണ്, പഠനമാണ്. ഇതെല്ലാവർക്കും ലഭിക്കുന്നൊരു ഭാഗ്യമല്ല, ചില ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഏത് ഭാഗ്യമാണെന്നറിയോ? തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനസ്സുണ്ടാകുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ സ്നേഹസാഗരത്തിലേക്ക് അതിഥിയായി ചെന്ന സൽമാൻ, നമ്മെല്ലാവരും ഇഷ്ടപ്പെടുന്ന, നമ്മെല്ലാവരും സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരാൾ പോലും സൽമാൻ വിമർശിക്കുന്നുണ്ടാവില്ല. സൽമാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ആ സൽമാന് അതിഥിയായിട്ട് സ്നേഹസാഗരത്തിലേക്ക് ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് വിളിച്ചപ്പോൾ അവർ ആ അമ്മമാർക്ക് മുമ്പിൽ, ആ ഉമ്മമാർക്ക് മുമ്പിൽ, ഉപ്പമാർക്ക് മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തൻ്റെ ഉപ്പാനെ ഓർത്ത് പൊട്ടിക്കരയാണ്, തൻ്റെ ഉമ്മാനെ ഓർത്ത് പൊട്ടിക്കരയാണ് ബഹുമാനപ്പെട്ട ഈ ചെറുപ്പക്കാരനായ സൽമാൻ. പടച്ച റബ്ബേ, എൻ്റെ മാതാപിതാക്കളെ നീ കാക്കണേ, എൻ്റെ മാതാപിതാക്കളെ നീ ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ, എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മാനെ നീ ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ. ഇങ്ങനെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സൽമാന്റെ മുഖമാണ് നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാതാവിന്, ആ പിതാവിന് ഇതിനേക്കാളും ഭാഗ്യം വേറെ എന്താണ് വേണ്ടത്? ആ മാതാവിന്, ആ പിതാവിന് ഈ ഭൂമി ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ മാതാവിൻ്റെയും ഓരോ പിതാവിൻ്റെയും ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ഒരുപാട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, വലിയ വലിയ ജോലികൾ നേടിയിട്ട് ആഡംബരത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതല്ല, ഒരുപാട് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. മറിച്ച്
ഈ ലോകത്തും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തും ഉപകരിക്കുന്ന മക്കൾ ആ മാതാപിതാക്കളെ ഉണ്ടുവെങ്കിൽ ആ മാതാപിതാക്കൾ വിജയിച്ച മാതാപിതാക്കളാണ്. മരിച്ചു കഴിഞ്ഞ മാതാപിതാക്കളുടെ കബറിന്റെ അരികത്ത് പോയിട്ട് പടച്ച റബ്ബേ എൻ്റെ ഉമ്മാക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ, റബ്ബേ എൻ്റെ ഉപ്പാക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ, എൻ്റെ ഉപ്പാനെ എൻ്റെ ഉമ്മാനെ നീ ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ, എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും അവർക്ക് കഴിയുന്ന കാലത്ത് നമ്മളെ നല്ല രീതിയിൽ പോറ്റിയവരാണ് റബ്ബേ. അവരുടെ സന്തോഷങ്ങളും ആഘോഷങ്ങളൊക്കെ മറന്നുകൊണ്ട് എന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും നല്ല രീതിയിൽ എന്നെ പോറ്റിയിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് അവർക്ക് നീ കരുണ ചെയ്യണേ റബ്ബേ, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ റബ്ബേ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ എന്ന് ആ ഉപ്പാന്റെയും ആ ഉമ്മാന്റെയും ഖബറിന്റെ അരികത്ത് വന്ന് നിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ വിജയിച്ചവരാണ്, നീ വിജയിച്ച മാതാപിതാക്കളിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള മാതാപിതാക്കൾ, അങ്ങനെയുള്ള മക്കൾ ഇന്ന് നമുക്ക് മുമ്പിൽ കുറവ് തന്നെയായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? സ്വന്തം മാതാപിതാക്കളില്ലാത്ത ജീവിതം തന്നെയാണ്. സ്വന്തം മാതാപിതാക്കളില്ലാത്ത ജീവിതമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടമായ ജീവിതം എന്നുള്ളത്. ആ ജീവിതം ഇരുട്ടാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥനയില്ലാത്ത, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത, മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത, ലാളന പോലും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനേക്കാളും പരാജയം വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കി ഉസ്താദിന്റെ ഈ പരിപാടിയിലേക്ക് വന്ന സൽമാൻ അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ, തൻ്റെ ഉമ്മാനെ ഓർത്ത് തൻ്റെ ഉപ്പാനെ ഓർത്ത് പൊട്ടിക്കരയുമ്പോൾ തൻ്റെ മുമ്പിലുള്ള മാതാപിതാക്കൾ കരഞ്ഞു പോയിട്ടുണ്ടാവാം. എനിക്കും ഇങ്ങനെയുള്ളൊരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്കും ഇങ്ങനെയുള്ളൊരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്കും ഇതുപോലുള്ള മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്നെ ഓർത്ത് കരയുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്നോർത്തുകൊണ്ട് ആ ഉമ്മയും അവിടെയുള്ള ഉപ്പമാനും കരഞ്ഞിട്ടുണ്ടാവാം. സൽമാന്റെ വാക്ക് കേട്ട ഉസ്താദ് പോലും കരഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മുമ്പിൽ നിന്നില്ലാതെ പോയ കാര്യം ഇത് തന്നെയാണ്. കേൾക്കുന്ന വാർത്തകളില്ലേ, സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമായി ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും താമസിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ താമസിച്ച് തൻ്റെ മക്കൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അവർ ഈ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഏത് കാര്യം കൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കരയിപ്പിക്കുന്നുള്ളത്, അതേ കാര്യം കൊണ്ട് തന്നെ നാളെ പടച്ചിറപ്പ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ അതൊരു സംശയമില്ല. അന്ന് നിങ്ങൾ ഓർക്കും, പടച്ചോനെ, അന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളെ, അന്ന് ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയെയും ബുദ്ധിമുട്ടിച്ചതിനുള്ള ശിക്ഷയാണോ റബ്ബേ എനിക്ക് നീ നൽകിയത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും വലുതായിട്ടൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവരെ സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന യഥാർത്ഥ മക്കളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.